ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് നമ്മളിപ്പോൾ കടക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന് ചുട്ട മറുപടി നൽകുമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. മറുപടി നൽകേണ്ടത് തന്റെ ഉത്തരവാദിത്വമാണ്. അതിർത്തി കാക്കുന്ന സൈനികർക്ക് പൂർണ്ണ പിന്തുണയെന്നും പ്രതിരോധ മന്ത്രി പറഞ്ഞു. പാകിസ്ഥാന് കനത്ത തിരിച്ചടി ഇന്ത്യ നൽകിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പ്രതിരോധ മന്ത്രിയുടെ ഒരു മറുപടി ഇപ്പോൾ എത്തിയിരിക്കുന്നത്. പാകിസ്ഥാന് ചുട്ട മറുപടി തന്നെ നൽകുമെന്നാണ് രാജ്നാഥ് സിംഗ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. മറുപടി നൽകേണ്ടത് തന്റെ ഉത്തരവാദിത്വമാണെന്നും രാജ്നാഥ് സിംഗ് പറയുന്നു. അതിർത്തി കാക്കുന്ന സൈനികർക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്നുമാണ് പ്രതിരോധ മന്ത്രി പറയുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. കോൺഗ്രസിന്റെ ചരിത്രത്തിലെ തെറ്റുകളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറെന്ന് രാഹുൽ ഗാന്ധി. സുവർണ ക്ഷേത്രത്തിലെ സൈനിക നടപടിയെക്കുറിച്ചും സിഖ് കലാപത്തെക്കുറിച്ചും യുഎസിലെ ബ്രൗൺ യൂണിവേഴ്സിറ്റിയിൽ നടന്ന സംവാദത്തിൽ സിഖ് യുവാവിന്റെ ചോദ്യത്തിനായിരുന്നു രാഹുലിന്റെ മറുപടി. സിഖ് വിരുദ്ധ കലാപത്തിൽ പാർട്ടിക്ക് തെറ്റുപറ്റി. കലാപം നടന്നപ്പോൾ താൻ അവിടെ ഉണ്ടായിരുന്നില്ല. കോൺഗ്രസിന്റെ തെറ്റുകൾ ഏറ്റെടുക്കുന്നതിൽ സന്തോഷമുണ്ടെന്നും രാഹുൽ പറഞ്ഞു. സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ അംഗീകാരത്തോടെ കേരള വിഷൻ നടപ്പിലാക്കുന്ന എന്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് പദ്ധതിയുടെ റോട്ടറി ക്ലബ് കൊല്ലം മെട്രോ സ്പോൺസർ ചെയ്യുന്ന ബേബി കിറ്റുകളുടെ വിതരണോദ്ഘാടനം നടന്നു. കൊല്ലം വിക്ടോറിയ ഹോസ്പിറ്റലിൽ നടന്ന ചടങ്ങ് എം നൌഷാദ് MLA ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് സൗജന്യമായി ബേബി കിറ്റ് നൽകുന്ന പദ്ധതിയാണ് കേരള വിഷന്റെ എന്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ്. കുരുന്നുകൾക്ക് ആദ്യ സമ്മാന കിറ്റ് നൽകുന്ന പദ്ധതിക്ക് ജനപിന്തുണ ഏറുകയാണ്. റോട്ടറി ക്ലബ്ബ് കൊല്ലം മെട്രോ സ്പോൺസർ ചെയ്യുന്ന കിറ്റുകളുടെ വിതരണോദ്ഘാടനം കൊല്ലം വിക്ടോറിയ ആശുപത്രിയിൽ ഇരവിപുരം MLA എം നൌഷാദ് നിർവഹിച്ചു. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ റോട്ടറി ക്ലബ്ബ് എന്നും മുന്നിലാണെന്ന് പ്രസിഡന്റ് അലക്സ് വർഗീസ് പറഞ്ഞു. നിർധനരായ കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ച് നൽകുന്നതടക്കമുള്ള സാമൂഹിക പ്രവർത്തനങ്ങളിൽ റോട്ടറി ക്ലബ്ബ് മുന്നിലാണെന്നും അലക്സ് വർഗീസ് പറഞ്ഞു. ആദ്യം മുതൽ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ മുമ്പിൽ തന്നെയാണ്. ഈ വർഷം ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ 2 നിർധനരായ കുടുംബങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കുന്നത് ഉൾപ്പെടെ 63 സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുവാൻ തക്കവണ്ണം അവരെ തൊഴിൽ പരിശീലനം നൽകി 3 മാസത്തെ തയ്യൽ പരിശീലനത്തിന് ശേഷം അവർക്ക് ഗ്യാരണ്ടി ആയിട്ട് തന്നെ തൊഴിൽ നിയമനവും ലഭിക്കത്തക്കവണ്ണം സാഹചര്യങ്ങൾ ഉണ്ടാക്കി അതിന്റെ ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുന്നു. കൂടാതെ ധാരാളം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ ക്ലബിന്റെ വകയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിലവ് കൂടുതലായ ഈ പദ്ധതി മറ്റ് സംഘടനകൾ ഉപേക്ഷിച്ചപ്പോൾ കൃത്യമായ ഗുണനിലവാരത്തോടെയുള്ള ഉൽപ്പന്നങ്ങൾ നൽകി പദ്ധതി തുടരുന്നതിൽ ക്ലബ്ബ് ഭാരവാഹികളെയും കേരള വിഷനെയും റോട്ടറി ക്ലബ്ബ് കൊല്ലം അസിസ്റ്റന്റ് ഗവർണർ വിപിൻ കുമാർ അഭിനന്ദിച്ചു. 1600 രൂപയ്ക്ക് ബേബി കിറ്റ് കൊടുക്കുക എന്ന് പറയുന്നത് അത്ര വലുതല്ല. കാരണം അതിനേക്കാൾ ആ പൈസയുടെ വേറെ എന്തെങ്കിലും പ്രോജക്ട് ചെയ്യാനാണ്. അപ്പോൾ അലക്സ് ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോഴും അദ്ദേഹം അതിന്റെ ഡീറ്റെയിലായിട്ടൊരു ഇതെടുത്ത് ഇൻവെസ്റ്റിഗേഷൻ നടത്തി അതിനെക്കുറിച്ച് തിരക്കിയപ്പോൾ 1600 രൂപ എന്ന് പറയുന്നത് അത്രത്തോളം ക്വാളിറ്റിയുള്ള അത്രത്തോളം പ്യൂരിഫൈ ചെയ്ത 5 times പ്യൂരിഫൈ ചെയ്ത മെറ്റീരിയൽ ഉപയോഗിക്കുന്നത് തന്നെ അത്രയും റേറ്റ് അതിന് വരും എന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലായി. അതുകൊണ്ട് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഏറ്റവും നല്ല, നിങ്ങൾക്ക് സുഖമായി ഉറങ്ങുവാൻ ഏറ്റവും നല്ല ഒരു ക്വാളിറ്റിയുള്ള ഒരു മെറ്റീരിയലാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അത് സംഭാവന ചെയ്യുവാൻ മനസ്സ് കാണിച്ച റോട്ടറി ക്ലബ്ബ് കൊല്ലം മെട്രോയ്ക്കും കേരള വിഷനും എല്ലാവിധ ആശംസകളും നേരുന്നു. സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന കുട്ടികൾക്ക് 60,000-ന് മുകളിൽ കിറ്റുകൾ വിതരണം ചെയ്യാൻ കഴിഞ്ഞുവെന്ന് COA കൊല്ലം ജില്ലാ പ്രസിഡന്റ് സുരേഷ് ബാബു പറഞ്ഞു. പദ്ധതി റോട്ടറി ക്ലബ്ബ് ഏറ്റെടുത്തത് കൂടുതൽ കരുത്തു പകരുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിനോടകം തന്നെ കേരളത്തിലെ സർക്കാർ ആശുപത്രിയിൽ ജനിക്കുന്ന കുട്ടികൾക്ക് 60,000-ന് മുകളിൽ കിറ്റുകൾ വിതരണം ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചു. വിവിധ സംഘടനകൾ ഞങ്ങൾക്ക് അതിനോടൊപ്പം കൈ കോർത്തുകൊണ്ട് സഹകരിച്ചിട്ടുണ്ട്. ലേക്ക് ഷോർ, അതേപോലെ ഫെഡറൽ ബാങ്ക് ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളും മുന്നോട്ട് വന്നു. ഈ പദ്ധതി റോട്ടറി ക്ലബ്ബ് ഏറ്റെടുത്തോടുകൂടി അതിനൊരു കൊണ്ടിളക്കം വന്നു എന്ന് തന്നെയാണ് കേരള സംഘടന. കേരളത്തിൽ 14 ജില്ലകളിലും ഇതിന്റെ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. ലോക പ്രശസ്ത ജീവകാരുണ്യ സന്നദ്ധ സംഘടനയായ റോട്ടറി ക്ലബ്ബുമായി ചേർന്ന്
ഈ പദ്ധതി ഒരു വൻ വിജയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. COA ജില്ലാ സെക്രട്ടറി ഇ നൌഷാദ്, റോട്ടറി ക്ലബ്ബ് കൊല്ലം മെട്രോ സെക്രട്ടറി അരുൺ പ്രകാശ്, സർവീസ് പ്രോജക്ട്സ് ചെയർമാൻ ഡോക്ടർ വർഗീസ് കായൽവാരത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ്, കൊല്ലം. വൈറലായ അരിക്കൊമ്പൻ റോഡ് മുതൽ ഇടുക്കിയിൽ വികസിച്ച റോഡുകളുടെ നേർക്കാഴ്ച കാണണമെങ്കിൽ എന്റെ കേരളം പ്രദർശന വിപണന മേളയിലെ പൊതുമരാമത്ത് വകുപ്പ് ഒരുക്കിയ സ്റ്റാളിലെത്തണം. രാജ്യാന്തര നിലവാരമുള്ള റോഡുകളുമായി കുതിക്കുന്ന ഇടുക്കിയുടെ വികസനത്തിന്റെ നേർസാക്ഷ്യം കൂടിയാണ് ഈ സ്റ്റാൾ. ഹൈവേ വികസന പദ്ധതികളോടൊപ്പം സംസ്ഥാന റോഡുകളും ഗ്രാമീണ റോഡുകളുമായ ചെമ്മണ്ണാർ ഗ്യാപ്പ് റോഡ്, രാജക്കാട് മയിലാടുംപാറ പൂപ്പാറ റോഡ്, സോഷ്യൽ മാധ്യമങ്ങളിൽ വൈറലായ മൂന്നാർ ഗ്യാപ്പ് റോഡ് തുടങ്ങി ജില്ലയിലെ റോഡുകൾ രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയർന്നിട്ടുണ്ട്. ഈ വികസന കുതിപ്പ് അടയാളപ്പെടുത്തുകയാണ് എന്റെ കേരളം പ്രദർശന വിപണന മേളയിൽ പൊതുമരാമത്ത് വകുപ്പ് തയ്യാറാക്കിയിട്ടുള്ള ഈ സ്റ്റാൾ. വിവിധ വിഭാഗങ്ങളിലായി ഏകദേശം 2267 കോടി രൂപയുടെ പ്രവൃത്തികൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ 815 കോടി രൂപയുടെ പ്രവൃത്തികൾ വിവിധ ഘട്ടങ്ങളിലായിട്ട് നടന്നു വരികയും ചെയ്യുന്നുണ്ട്. റോഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 1788 കിലോമീറ്റർ റോഡുകൾ നവീകരിച്ചിട്ടുണ്ട്. അതിൽ 1004 കിലോമീറ്റർ റോഡ് BMBC നിലവാരത്തിൽ തന്നെ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട മലയോര ഹൈവേയുടെ വിവിധ റീച്ചുകളിൽ ഏകദേശം പൂർത്തിയാക്കിയിട്ടുണ്ട്. ചെമ്മണ്ണാർ ഗ്യാപ്പ് റോഡ്, മൂന്നാർ ബോഡിമെട്രോ റോഡ്, ഉടുമ്പൻചോല ചിത്രപുരം റോഡ് എന്നീ പ്രധാനപ്പെട്ട റോഡുകളെല്ലാം BMBC നിലവാരത്തിൽ നവീകരിച്ചിട്ടുണ്ട്. റോഡുകൾക്ക് പുറമെ വിവിധ പാലങ്ങളും നവീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഏന്തയാർ പാലം, മാങ്ങാത്തൊട്ടി പാലം, ശാന്തിപാലം, ഗ്രാമീണ പ്രദേശങ്ങളുമായി ബന്ധിപ്പിക്കുന്ന മറ്റു ചില പാലങ്ങളും. തൊടുപുഴ താലൂക്ക് ഹോസ്പിറ്റൽ ന്യൂ ബ്ലോക്ക്, PSA ഓഫീസ് കട്ടപ്പന, പബ്ലിക് ഹെൽത്ത് സെന്റർ പൈനാവ് എന്നീ പൊതുമരാമത്ത് കെട്ടിട വിഭാഗത്തിന്റെ കീഴിൽ നിർമ്മിക്കപ്പെട്ടവയാണ്. ഇത്തരം വികസന പ്രവർത്തനങ്ങളെല്ലാം ഒറ്റനോട്ടത്തിൽ കാഴ്ചക്കാരിലെത്തിക്കും വിധമാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ സ്റ്റാൾ തയ്യാറാക്കി അവതരിപ്പിച്ചിട്ടുള്ളത്. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.